welcome to my channel. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ VBT തിയറി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് വരുന്നുണ്ട്, ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. അതിന് മുന്നേ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ചെറിയ ടോപ്പിക്ക് നമ്മൾ മിസ്സായിപ്പോയി. ഞാൻ ടെക്സ്റ്റ് നോക്കിയപ്പോഴാണ് കണ്ണ്. ഇനി അതേറ്റവും ചോദിച്ചാലോ എക്സാമിന് ബുദ്ധിമുട്ടുണ്ടായി, ഏറ്റവും സിമ്പിളായിട്ട് അതിപ്പോൾ തന്നെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്താണതെന്ന് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ എ കോവലന്റ് ബോണ്ട് ഇസ് ഫോം. കോവലന്റ് ബോണ്ട് ഇസ് ഫോം ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു അല്ലേ. ആറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിംഗ് കൊണ്ടാണ് ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഓവർലാപ്പിംഗ് തന്നെ 2 ടൈപ്സ് ആവാം, ആക്സിൽ ആവാം, ലാറ്ററൽ ആവാം, അതായത് സൈഡ് വൈസ് ആവാം. അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ബോണ്ട്സ് ആണ് സിഗ്മ ബോണ്ട് എന്നും പൈ ബോണ്ട് എന്നും പറഞ്ഞു. അതേപോലെ ഈ ഓവർലാപ്പിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ക്യാൻ ബി 3 ടൈപ്സ്. അതായത് അവരുടെ എങ്ങനെയാണ് അവർ ഓവർലാപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ട്. പോസിറ്റീവ് ഓവർലാപ്പിംഗ്, നെഗറ്റീവ് ഓവർലാപ്പിംഗ് ആൻഡ് സീറോ ഓവർലാപ്പിംഗ്. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ട്. എന്തിനാന്നുള്ള ബേസ് ചെയ്ത് പറഞ്ഞുതരാം. പോസിറ്റീവ് ഓവർലാപ്പിംഗ്, നെഗറ്റീവ് ഓവർലാപ്പിംഗ് ആൻഡ് സീറോ ഓവർലാപ്പിംഗ്. നമുക്കറിയാം നമ്മുടെ ഓർബിറ്റൽസ് PS, PD അവർക്കൊക്കെ ഓരോ ഷേപ്പ് ഉണ്ട് അല്ലേ. ഡംബൽ ഷേപ്പ് ഉണ്ട്, സ്പെറിക്കൽ ഷേപ്പ് ഉണ്ട്, ഡബിൾ ഡംബൽ ഉണ്ട് ഒക്കെ അറിയാം. അപ്പം ഈ ഓരോ ലോബ്സിനും 2 ടൈപ്പ് ഓഫ് ഫേസസ് കാണാം. ഒന്ന് പോസിറ്റീവ് ഫേസും ഒന്ന് നെഗറ്റീവ് ഫേസും. ഈ പോസിറ്റീവ് ഫേസ് നെഗറ്റീവ് ഫേസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി ചാർജ്. ഇത് അവരുടെ ചാർജിനെ ബേസ് ചെയ്തിട്ടല്ല, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദെയർ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്നൊക്കെ ഉള്ളത് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹയർ ക്ലാസ്സസിൽ പഠിക്കും. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു അത് സോൾവ് ചെയ്യുമ്പം നമുക്ക് ഓർബിറ്റൽസിൻ്റെ വേവ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത്. അപ്പം നിങ്ങൾ അതൊന്നും പറയണ്ട, ഇത്ര ചിന്തിച്ചാൽ മതി. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഒരു ലോബിൻ്റെ മുകളിൽ കാണിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ് ഓർ ഇറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ചാർജ്. നോ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദെയർ വേവ് ഫംഗ്ഷൻ. അതൊക്കെ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. അപ്പം ഇങ്ങനെയുള്ള ലോബ്സിന്, അതായത് നമ്മുടെ ഓർബിറ്റൽസിന് ഒരു പോസിറ്റീവ് പാർട്ടുണ്ട്, ഒരു നെഗറ്റീവ് പാർട്ടുണ്ട്. ഈ എസ് ഓർബിറ്റലിന് ഒരു പോസിറ്റീവ് ഫേസ് ഉണ്ട്. ഇങ്ങനെ ഓരോ ലോബ്സിനും ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ദേ ഹാവ് എ പോസിറ്റീവ് ഫേസ് ആൻഡ് എ നെഗറ്റീവ് ഫേസ്. അപ്പം നമ്മൾ പറഞ്ഞു ഇന്നലെ SS ഓവർലാപ്പിംഗ്, SP ഓവർലാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് തന്നെ 3 തരത്തിലുണ്ട്, പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ ഓവർലാപ്പിംഗ്. എന്താണ് പോസിറ്റീവ് ഓവർലാപ്പിംഗ്? ദി ഓവർലാപ്പിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സെയിം ഫേസിൽ ആയിട്ട് ആറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇഫക്റ്റീവായിട്ടൊരു കെമിക്കൽ ബോണ്ടിങ് നടക്കും. അങ്ങനെയുള്ള ഓവർലാപ്പിങ്ങിനെ നമ്മൾ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയും. ഇതാ ഒരു എക്സാമ്പിൾ. എസ് പോസിറ്റീവാണ്. ഈ PZ, ദിസ് ഇസ് PZ ഓർബിറ്റൽ, അതിൻ്റെ പോസിറ്റീവ് ലോബും ഈ എസിൻ്റെ പോസിറ്റീവും കൂടെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദാറ്റ് അവരുടെ ഫേസ് രണ്ടും സെയിം ആണ്, പ്ലസ് പ്ലസ് ചാർജ് എന്ന് പറയരുത്. ദ ഫേസ് ഓഫ് ബോത്ത് ദിസ് ലോബ്സ് ആർ ഓർബിറ്റൽസ് ആർ എന്താണ് സെയിം. അപ്പോൾ എന്ത് പറ്റും? ദേ ആർ ഹാവിങ് എ പോസിറ്റീവ് ഓവർലാപ്പിംഗ്. ഇനി നോക്കൂ, PZും ഓവർലാപ്പ് ചെയ്യാണ്. PZൻ്റെ പോസിറ്റീവ് ലോബും നെക്സ്റ്റ് PZൻ്റെ പോസിറ്റീവ് ലോബും കൂടെ ഓവർലാപ്പ് ചെയ്ത്, ദാറ്റ് ഇസ് ഓവർലാപ്പിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ വിത്ത് സെയിം ഫേസിലുള്ള ആൾക്കാർ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ബോണ്ടിങ് നടക്കും. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് ഇസ് കോൾഡ് ആസ് പോസിറ്റീവ് ഓവർലാപ്പിംഗ്. ഇതാ PXും സൈഡ് വൈസ് ഓവർലാപ്പിംഗിൽ എങ്ങനെയാണ്? പോസിറ്റീവ് ഫേസ്, നെഗറ്റീവ് ഫേസ്. ആ ഒരു പോസിറ്റീവ് ഫേസും ഇതാണ് എന്ത് നമ്മൾ പറയുന്നത്, പോസിറ്റീവ് ഓവർലാപ്പിംഗ്. ഇനി നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് വെൻ ദി അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ദ ഫേസസ് വിൽ ബി ഓഫ് ഓപ്പോസിറ്റ് സൈൻ. അതായത് വിത്ത് ഓപ്പോസിറ്റ്, അതായത് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസുകളാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് ഓവർലാപ്പിംഗ്. ദെയർ ബോണ്ടിങ് അവിടെ ശരിക്കും നടക്കുന്നില്ല, അവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ബോണ്ടിങ് ഇല്ല. പോസിറ്റീവ് ആയിട്ടുള്ള എസ്സും PZൻ്റെ നെഗറ്റീവ് ഫേസുമാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് നെഗറ്റീവ് ഓവർലാപ്പിംഗ്. കണ്ടോ, PXും ഓവർലാപ്പ് ചെയ്യുക സൈഡ് വൈസ്. ദ പോസിറ്റീവ് ഫേസ് ഓഫ് 1 PX ആൻഡ് ദ നെഗറ്റീവ് ഫേസ് ഓഫ് another PX ഇസ് ഓവർലാപ്പിംഗ്. ഇനി പോസിറ്റീവും നെഗറ്റീവും ഇവിടെ തന്നെ ഇത് നോക്കൂ. ഈ പോസിറ്റീവിൽ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. ഇപ്പം നെഗറ്റീവുമാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിലും അതിനെന്താ നമ്മൾ പറയുക? പോസിറ്റീവ് ഓവർലാപ്പിംഗ്. വൈ? ബിക്കോസ്
ഈ രണ്ട് ഫേസസും എന്താണ്? സെയിം ഫേസിലാണ്, നെഗറ്റീവ് ഫേസ് നെഗറ്റീവ് ഫേസ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അങ്ങനെയുള്ള ഓവർലാപ്പിങ്ങിനെയാണ് നമ്മൾ നെഗറ്റീവ് ഓവർലാപ്പിംഗ്. കണ്ടോ, പി സെഡിൻ്റെ നെഗറ്റീവ് ഫേസും വേറൊരു പി സെഡിൻ്റെ പോസിറ്റീവ് ഫേസുമാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് നെഗറ്റീവ് ഓവർലാപ്പിംഗ്. അത് തന്നെ മനസ്സിലാക്കി വെക്കുക, ചാർജായിട്ട് ഒരു ബന്ധവുമില്ല. വെൻ ദ ഓർബിറ്റൽസ് ഓഫ് സെയിം ഫേസ് ഓവർലാപ്പ്, then that type of overlapping is called as positive overlapping. When the atomic orbitals of different phases overlap together, then that type of overlapping is called as negative overlapping. അപ്പോൾ ഇനി എന്താ സീറോ ഓവർലാപ്പിംഗ്? ഒന്നെങ്കിൽ ദർ ഇസ് നോ ഓവർലാപ്പിംഗ്, അവിടെ ഒരു ഓവർലാപ്പിങ്ങും ഇല്ല, ഇവിടെയും ബോണ്ട് ഫോർമേഷൻ ഇല്ല. ഇനി ഇതും സീറോ ആണ്. അതായത് ദിസ് എസ് ഓർബിറ്റൽ ഇസ് ഓവർലാപ്പിംഗ് വിത്ത് ബോത്ത് ദി പ്ലസ് പോസിറ്റീവ് ആൻഡ് ദി നെഗറ്റീവ് ഫേസ് ഓഫ് ദിസ് ഓർബിറ്റൽ. അങ്ങനെ കേസസിലും നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് സീറോ ഓവർലാപ്പിംഗ്. ഇത് പോസിറ്റീവിനോടും അല്ല നെഗറ്റീവിനോടും രണ്ടിനും കൂടെ ഓവർലാപ്പിംഗ് നടക്കുകയാണെങ്കിൽ അവിടെയും നല്ലൊരു ബോണ്ട് ഫോർമേഷൻ നടക്കത്തില്ല. അപ്പം ബേസ്ഡ് അപ്പോൺ ദി ഫേസ് ഓൺ ത്രൂ വിച്ച് ദീസ് ഓവർലാപ്പിംഗ് ആർ ടേക്കിംഗ് പ്ലേസ്, ദി ക്യാൻ ബി ഓഫ് ത്രീ ടൈപ്പ്: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ ഓവർലാപ്പിംഗ്. സെയിം ഫേസ് ആണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഫേസ് ആണെങ്കിൽ നെഗറ്റീവ്. ദർ ഇസ് no overlapping, then that type of overlapping is called as zero overlapping. ഈ നെഗറ്റീവ് ഓവർലാപ്പിങ്ങിലും സീറോ ഓവർലാപ്പിങ്ങിലും ബോണ്ടിങ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. ക്ലിയർ ആയോ? ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളിലേക്ക് പോകുന്നത്. എന്താണ്? ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ലെവി-സ്ട്രോട്ട് സ്ട്രക്ചർ പറഞ്ഞു, VSEPR തിയറി പറഞ്ഞു, അപ്പോഴാണ് VBT തിയറി പറഞ്ഞത്. VBT തിയറിയിലാണ് കറക്റ്റായിട്ട് ഹൗ എ കോവലന്റ് ബോണ്ട് ഇസ് ഫോംഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് അപ്പോൺ ദി ഓവർലാപ്പിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ. ആരായിരുന്നു അത് നമുക്ക് പറഞ്ഞത്? ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ എന്ന് പറഞ്ഞ രണ്ടാൾക്കാരായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ദിസ് തിയറി വാസ് എഗെയിൻ മോഡിഫൈഡ് ബൈ നമ്മുടെ ലിനസ് പോളിംഗ്. എന്ത് മോഡിഫൈ ചെയ്തു? ബേസ്ഡ് അപ്പോൺ ദി കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. അപ്പം നമ്മൾ ഈ VSEPR തിയറിയിൽ പഠിച്ചു ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ, അല്ലെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ, ബെൻഡ് സ്ട്രക്ചർ, അതൊക്കെ നമ്മൾ പഠിച്ചു. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ തിയറിറ്റിക്കലി എങ്ങനെ കിട്ടി എന്ന് നമുക്ക് പറഞ്ഞു തരാൻ അവർക്ക് അവിടെ ക്ലിയർ ആയിട്ട് പറ്റിയില്ല. ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ദ ഷേപ്പ് ഓഫ് പോളി അറ്റോമിക് മോളിക്യൂൾ ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. പോളി അറ്റോമിക് മോളിക്യൂളിൽ, അതായത് മോർ ദാൻ 2, അതായത് BeCl2, PCl5, PSF6, ഇതൊക്കെ പോളി അറ്റോമിക് മോളിക്യൂൾ. ഇവരുടെയൊക്കെ സ്ട്രക്ചർ ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ? നമ്മൾ കോവലന്റ് ബോണ്ടിങ്ങിൽ എന്തായിരുന്നു പഠിച്ചത്? ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ്. ഈ VBTയിൽ പഠിച്ചു ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ടുഗെദർ ടു ഫോം എ കോവലന്റ് ബോണ്ട്. അപ്പോൾ ഈ ലിനസ് പോളിംഗ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു എസ് അല്ലെങ്കിൽ പി, അങ്ങനെ പ്യൂർ ആയിട്ടുള്ള ആറ്റോമിക് ഓർബിറ്റൽസ് അല്ല അവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഈ ഓർബിറ്റൽസ്, അതായത് ഓവർലാപ്പ്, അതായത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഓർബിറ്റൽസ്, ദേ വിൽ ഇൻറ്റർമിക്സ് ടുഗെദർ. അവരെന്ത് ചെയ്യും? ഈ ഇപ്പം വാലൻസ് ബോണ്ടിലുള്ള, അതായത് വാലൻസിലെ ഓർബിറ്റൽസ് ആണ് എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ വാലൻസിൽ കിടക്കുന്ന ഓർബിറ്റൽസ് അവർ തമ്മിലൊരു ഇൻറ്റർമിക്സിങ് നടന്നിട്ട് അവരൊരു പുതിയ ഓർബിറ്റലിനെ ഉണ്ടാക്കും. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതോ പറഞ്ഞതോ അല്ല. ഇവർ ഓരോ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, ഇപ്പോൾ അമോണിയൻ്റെ മോളിക്യൂൾ സ്ട്രക്ചർ എടുത്ത് അവർ പഠിച്ചപ്പോഴാണ് അവർക്ക് കിട്ടിയത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ VBT അങ്ങനെയൊക്കെ ചെയ്ത്, അപ്പോൾ പക്ഷേ അതിനൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ലിനസ് പറയുകയാണ് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഓർബിറ്റൽസ് ഒരു ഇൻറ്റർമിക്സിങ് നടക്കുന്നത്. അതായത് ഒരാൾ ബോണ്ടിങ്ങിന് വരികയാണ്, അപ്പോൾ വാലൻഷ്യലുള്ള ഓർബിറ്റൽസ് ഉണ്ട്, എസ്സും ഉണ്ടാവും, പി ഒക്കെ ഉണ്ടാവും. ഇവരെന്ത് ഇൻറ്റർമിക്സ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മിക്സിയിൽ ഒരു ജ്യൂസൊക്കെ അടിക്കണ പോലെ ദേ വിൽ അണ്ടർഗോ ആൻ ഇൻറ്റർമിക്സിങ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ്. അവരുടെ ആറ്റോമിക് ഓർബിറ്റലുകൾ, അതായത് എസ്സും പിയും, ചിലപ്പം പിയും ഒക്കെ ആയിരിക്കും, അവരങ്ങ് ഇൻ്റർമിക്സ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഓർബിറ്റലിനെ കൊണ്ടുവരും. ഒരു പുതിയ ഓർബിറ്റൽ, അതായത് എസ് സ്പെരിക്കൽ, പി ഡംപൽ, ഇവരൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ ഓർബിറ്റൽ വിത്ത് എ ന്യൂ ഷേപ്പ് ആൻഡ് വിത്ത് എ സെയിം എനർജി. അവരുടെ എനർജി സെയിം ആയിരിക്കും, ആ ഓർബിറ്റൽസിൻ്റെ എനർജി സെയിം ആയിരിക്കും, അവരുടെ ഷേപ്പും സെയിം ആയിരിക്കും. അല്ലാതെ എസ് സ്പെരിക്കൽ, ആ പി ഡംപൽ ആയതുകൊണ്ട് എസിൻ്റെ പി അങ്ങനെയൊന്നുമില്ല. They are producing a new orbital with same energy and same shape, and that new orbital is known as hybrid orbital, and this hybrid orbital will be participating in bond formation. ഈ ഒരു പ്രോഗ്രാമിനെയാണ് അല്ലെങ്കിൽ ഇത് പരിപാടിക്കാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഏറ്റവും സിമ്പിളായിട്ട് നോക്കിക്കോളൂ. ഹൈബ്രിഡൈസേഷൻ, ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ.
ഇന്റർമിക്സിംഗ് ആണ്. എന്തിൻ്റെ? ആറ്റോമിക് ഓർബിറ്റൽ ബിലോങ്ങിങ് ടു ദ സെയിം ആറ്റം. അതായത് ഇപ്പം ഒരു ആറ്റത്തിൻ്റെ തന്നെ ഓർബിറ്റൽസ് ആയിട്ട് ഇന്റർമിക്സ് ചെയ്യുക, അല്ലാതെ വേറെ ആൾക്കിൻ്റെതോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ ബിലോങ്ങിങ് ടു ദ സെയിം ആറ്റം ബട്ട് ഹാവിങ്, ഇനി അവിടുത്തെ ഒരു കണ്ടീഷൻ, ഹാവിങ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജി. ഈ മിക്സ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലിൽ ഒന്നെങ്കിൽ എനർജി സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമേ അവരുടെ എനർജിക്ക് പറ്റൂ. അല്ലാതെ ഭയങ്കര ഡിഫറെൻറ്റ് എനർജിയുള്ള ഓർബിറ്റൽസ് മിക്സ് ചെയ്യില്ല. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ? Intermixing of atomic orbital belonging to the same atom but having slight difference in the energy so that redistribution of energy take place between them, resulting in the formation of new orbital of equal energy and identical shape. അതായത് ഈക്വൽ എനർജിയുള്ള ഒരു പുതിയൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ. അപ്പോൾ എന്താ പറയുക? വാട്ട് ഈസ് മെൻ ബൈ ഹൈബ്രിഡൈസേഷൻ? ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ of an atom with slightly differing energies produce a new orbital with same energy and same shape. Such orbitals are known as hybrid orbital and this process is known as hybridization. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഇന്റർമിക്സ് ചെയ്യുക. ആരാ ഇന്റർമിക്സ് ചെയ്യുന്നത്? ആറ്റോമിക് ഓർബിറ്റൽ. എങ്ങനത്തെ ആറ്റോമിക് ഓർബിറ്റൽ? സ്ലൈറ്റ്ലി ഡിഫറിങ് എനർജി. അവർ ഇന്റർമിക്സ് ചെയ്തിട്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ന്യൂ ഓർബിറ്റൽ വിത്ത് സെയിം എനർജി ആൻഡ് സെയിം ഷേപ്പ്. അവരുടെ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് എസിൻ്റെ പിൻ്റെ ഒക്കെ കൂടെ എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരൊരു ന്യൂ ഓർബിറ്റൽ വിത്ത് സെയിം എനർജി ആൻഡ് സെയിം, അതായത് ഇപ്പം അതൊരു പുതിയ ഓർബിറ്റലിനെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഈ ഓർബിറ്റലിന് ഇവിടെ കുറച്ച് എനർജി കൂടുതൽ, ഇവിടെ കുറച്ച് എനർജി, അങ്ങനെയില്ല. ദിസ് ഓർബിറ്റൽ ഇസ് ഹാവിങ് സെയിം എനർജി ആൻഡ് സെയിം ഷേപ്പ്. അങ്ങനെയുള്ളതിനാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്നും ഈ ഒരു പ്രോസസ്സിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഈ ഹൈബ്രിഡൈസേഷൻ്റെ, വെരി ഇമ്പോർട്ടൻ്റ് റൈറ്റ്. ഇനി 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഓർ ഹൈബ്രിഡൈസേഷൻ. വാട്ട് ആർ ദ ക്രൈറ്റീരിയസ് നെസസറി ഫോർ ഹൈബ്രിഡൈസേഷൻ? ഇതൊക്കെ ചോദിക്കാം കേട്ടോ ക്വസ്റ്റിന്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ എന്തൊക്കെയാണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ ഫസ്റ്റ് നോക്കിക്കോളൂ. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് കമ്പൈൻ. അതായത് ഇപ്പം നമ്മൾ 2 ഓർബിറ്റൽസ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ 2 എണ്ണമായിരിക്കും. 3 ആറ്റോമിക് ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ, ഇതൊക്കെ നമുക്കത് പറയുന്നതിനനുസരിച്ച് മനസ്സിലാവും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. 3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് 3 ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പുതിയ ഹൈബ്രിഡ് ഓർബിറ്റലിന് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതാണ് ആ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് കമ്പൈൻ. നെക്സ്റ്റ് പോയിന്റ് എന്താ? ദ ഹൈബ്രിഡ് ഓർബിറ്റൽ ആർ ഓൾവേസ് ഈക്വൽ ഇൻ ഷേപ്പ് ആൻഡ് എനർജി. അത് നമ്മൾ പറഞ്ഞു. അതായത് ഉണ്ടായിരിക്കുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന് ഈക്വൽ എനർജിയും സെയിം ഷേപ്പുമായിരിക്കും. അല്ലാതെ എന്തെങ്കിലും, അതായത് ഒരു എസും പിയും കമ്പൈൻ ചെയ്തിട്ട് SP ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ എനർജിയും സൈസ് ഷേപ്പും സെയിം ആയിരിക്കും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കത്തില്ല. തേർഡ് പോയിന്റ് എന്താ? ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ എഫക്റ്റീവ് ഇൻ ഫോമിംഗ് ബോണ്ട് ആസ് കമ്പയർഡ് ടു ദ പ്യൂർ ആറ്റോമിക് ഓർബിറ്റൽ. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചത് VBTൽ ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്ന. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പം ബോണ്ടിങ്ങിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കുന്നത് ആരാ ബോണ്ടിങ് ആണ്? ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ ദാൻ ദി പ്യുവർ അറ്റോമിക് ഓർബിറ്റൽ. പ്യുവർ ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽ ബോണ്ട് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ വെച്ച് ബോണ്ട് ചെയ്യുമ്പോഴാണ് ബോണ്ടിങ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ക്ലിയർ ആയോ അത്? The next point, the type of hybridization gives the shape of molecule. അപ്പം പല ടൈപ്പിൽ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ തന്നെ ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ. നമുക്കറിയാം ആറ്റോമിക് ഓർബിറ്റൽ പലതുണ്ട്, SP, D, F. അപ്പോൾ ഇവരൊക്കെ മിക്സ് ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, പലതരത്തിലുള്ള, അതായത് കുറേ അച്ഛനമ്മമാർ, ആ പല അച്ഛനമ്മമാർക്കും പല ടൈപ്പ് ഓഫ് കുട്ടികളല്ലേ, അവർക്ക് പല സ്വഭാവം, അവരുടെ ടെക്സ്ചർ വേറെ, അവരെ അതേപോലെയാണ് ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിട്ടുന്ന ഓർബിറ്റൽ, ഹൈബ്രിഡ് ഓർബിറ്റൽസിന്. അതായത് എസും പിയും വെക്കുകയാണ് എന്നെങ്കിൽ അതിനൊരു പ്രത്യേക ഹൈബ്രിഡ് ഓർബിറ്റലായിരിക്കും. പിയും ഡിയും ആണ് മിക്സ് ചെയ്യുന്നത്, അതിന് വേറൊരു ഓർബിറ്റൽ. അപ്പോൾ അതാണ് ആ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കേട്ടോ. ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഗിവ്സ് ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. അതായത് ഏത് ടൈപ്പാണ് ഹൈബ്രിഡൈസേഷൻ അതിനനുസരിച്ചിട്ടായിരിക്കും ആ മോളിക്യൂളിൻ്റെ ഷേപ്പ്. അത്രയും കാര്യം മനസ്സിലായോ? ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഇനി അടുത്ത് നമുക്ക് പറയാം ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. എല്ലാവർക്കും കയറി ഹൈബ്രിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് ഒന്ന് നോക്കി നോക്കിയേ. കണ്ടീഷൻ നെസസറി ഫോർ ഹൈബ്രിഡൈസേഷൻ.
ഓർബിറ്റൽസ് ഓഫ് വാലൻസ് ഷെൽ ടേക്ക് പാർട്ട് ഇൻ ഹൈബ്രിഡൈസേഷൻ. നമുക്കറിയാം, നമ്മൾ കുറേ കാലമായി കേൾക്കുന്ന എന്താണ്, വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് ഉള്ളിൽ കിടക്കുന്ന ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ്, അങ്ങനെയല്ല. ആരാണ് വാലൻസ് ഷെൽ? അവരുടെ ഓർബിറ്റൽസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്തിൽ? ഹൈബ്രിഡൈസേഷൻ. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഓർബിറ്റൽസ് ഇൻവോൾവ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഷുഡ് ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ എനർജി. പറഞ്ഞ പോയിന്റ് ആണ്. പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഇസ് നോട്ട് നെസസറി കണ്ടീഷൻ പ്രിയർ ടു ഹൈബ്രിഡൈസേഷൻ. ഈ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓർബിറ്റൽസ് ഉണ്ട്, SP, ED. ചില കേസിൽ ചില സമയത്ത് ചില ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റൽ, അതായത് എസ്സിൽ നിന്ന് ചിലപ്പോൾ പിയിലേക്ക് ജമ്പ് ചെയ്യും. എപ്പോഴും അത് വേണമെന്നില്ല. അത് നമ്മൾ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും കേട്ടോ. പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഇസ് നോട്ട് നെസസറി പ്രിയോർ ടു ഹൈബ്രിഡൈസേഷൻ. In some cases, filled orbitals of valence shell also take part in hybridization. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസ് മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് അല്ല. ചില കേസസിൽ, എല്ലാത്തിലും എക്സെപ്ഷൻ ഉണ്ട്. സം കേസസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസും എന്തിൽ നടക്കും? ഈ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ക്രൈറ്റീരിയയും. പിന്നെ ഇവിടെ അത് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയാണ് നമ്മൾ ഓരോ ഹൈബ്രിഡൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളിതാ നമ്മുടെ ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ പഠിക്കുകയാണ്. ദാറ്റ് ഇസ് SP ഹൈബ്രിഡൈസേഷൻ. എന്താണ് SP ഹൈബ്രിഡൈസേഷൻ? അപ്പം നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, നമ്മൾ ഏത് മോളിക്യൂൾ എടുക്കും അതിൻ്റെ സെൻട്രൽ ആറ്റത്തിനെയാണ് പറയല്ലേ. സെൻട്രൽ ആറ്റമാണ് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ആറ്റത്തിൻ്റെ കാര്യങ്ങളാണ്, അവരുടെ വാലൻസ് ഓർബിറ്റലിൻ്റെ കാര്യമൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പം അത് മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ എന്താണ് SP ഹൈബ്രിഡൈസേഷൻ? SP ഹൈബ്രിഡൈസേഷൻ അവിടെ ആരാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്? ആ പേര് തന്നെ എസ്സും പിയും. അതായത് ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഓർബിറ്റിൽ എസ്സും പി ഓർബിറ്റിലുമാണ് ഉള്ളതെങ്കിൽ ദാറ്റ് എസ് ഡിപ്പെൻസിങ് അപ്പോൺ വരുന്ന ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഹൈബ്രിഡൈസേഷനും നടക്കുന്നത്. സോ SP ഹൈബ്രിഡൈസേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ഇന്റർമിക്സിംഗ് ഓഫ് 1s and 1p orbital, intermixing of 1s and 1p orbital, and they forms a new hybrid orbital. It is known as SP hybridized orbital. അതായത് ഒരു ആറ്റത്തിൻ്റെ ഒരു എസ്സും ഒരു പിയും കൂടെ ഇൻറ്റർമിക്സ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഓർബിറ്റൽ തരികയാണ്. അതിൻ്റെ പേരാണ് എന്ത്? SP hybridized orbital. ഈ ഒരു ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈ പുതിയതായിട്ടുണ്ടാവുന്ന SP ഹൈബ്രിഡൈസേഷന് ഒരേ എനർജി, സെയിം എനർജി ആയിരിക്കും, അതേപോലെ സെയിം ഷേപ്പ് ആയിരിക്കും. അല്ലാതെ പല പല ഷേപ്പിലൊന്നല്ല. വെൻ 1s and 1p orbital undergo intermixing or hybridization, it will produce a new SP orbital, hybridized orbital with same energy and same shape, and the shape of the molecule or the shape of the that new hybrid orbital will be a linear geometry. അതിനെങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ലീനിയർ ആയിട്ട്, അതായത് സെയിം ലൈൻ പോലെ ഒരു ലീനിയർ ജോമെട്രി ആണ് ഉള്ളത്. വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 180 ഡിഗ്രി. എസ് എന്ന് പറഞ്ഞ ഒരു ഓർബിറ്റലും അതായത് പി എന്ന് പറഞ്ഞ ഓർബിറ്റലും കൂടെ ഇൻറ്റർമിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പുതിയൊരു ഓർബിറ്റലാണ് ഇങ്ങനെ, അതായത് ഒരു ലീനിയർ ജോമെട്രി. നമുക്കറിയാം ഈ ലോബ്സിന് പോസിറ്റീവ് ഹാഫ് ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് ഉണ്ട്, നേരത്തെ പറഞ്ഞു. അപ്പോൾ the 2sp orbital ഉണ്ടായിരിക്കുന്ന 2sp orbital will be pointing in the opposite direction. രണ്ട് ഓർബിറ്റൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും along with the z ആക്സിന് along ആയിട്ട് with the projecting positively. ഈ പോസിറ്റീവ് ലോബ് നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ടും ആൻഡ് വെരി സ്മോൾ നെഗറ്റീവ് ലോബ്സ്. അതാണ് ഈ അധികരണത്തിൽ നിങ്ങൾ ഇങ്ങനെ കാണും, വലിയൊരു ഇത് വരച്ചിട്ട് ഇങ്ങനെ കുഞ്ഞ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ദാറ്റ് നെഗറ്റീവ് ലോബ് വളരെ സ്മോൾ ആയിട്ടാണുള്ളത്. 2sp orbital point in the opposite direction along the z-axis with projecting positive lobes and a very small negative lobes which provide more effective overlapping. അപ്പം SP ഹൈബ്രിഡൈസേഷൻ എന്താ? 1sഉം 1pയും കൂടെ ഇൻറ്റർമിക്സ് ചെയ്ത് കിട്ടുന്ന പുതിയ ഓർബിറ്റലിൻ്റെ പേരാണ് SP. ദേ ആർ ഹാവിങ് സെയിം എനർജി ആൻഡ് സെയിം ഷേപ്പ്. ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു എസ്സും ഒരു പിയും ആയതുകൊണ്ട് ഈ ഉണ്ടായിരിക്കുന്ന ഓർബിറ്റലിൻ്റെ ക്യാരക്ടർ എസ്സിൻ്റെ പകുതി സ്വഭാവം ഉണ്ടാവും, പിൻ്റെ പകുതി സ്വഭാവം. അതായത് ഈ ലോബിന് പകുതി എസ് അങ്ങനെയല്ല. ഈ മൊത്തത്തിൽ എസ്സിൻ്റെ എന്തൊക്കെ ക്യാരക്ടർ ഉണ്ട് അതിൻ്റെ ആ ഒരു
50% ക്യാരക്ടർ ഇതിനും ഉണ്ടാവും. അതിൻ്റെ പീൻ്റെ ഒരു 50% ക്യാരക്ടർ ഈ ഒരു എസ് പി, അതായത് ഉണ്ടായിരിക്കുന്ന പുതിയ എസ് പി ഓർബിറ്റലിന് ഉണ്ടാവും. കംപ്ലീറ്റ്ലി എസിൻ്റെ ക്യാരക്ടർ അല്ല, കംപ്ലീറ്റ്ലി പീൻ്റെ ക്യാരക്ടറിൽ ഇവരെ രണ്ടാളെയും കൂടെ ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ് എഴുതണം? വാട്ട് ഇസ് മെൻ ബൈ എസ് പി ഹൈബ്രിഡൈസേഷൻ? ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ലൈക്ക് എസ് ആൻഡ് പി ടുഗെദർ ടു ഫോം എ ന്യൂ hybrid orbital sp hybrid orbital, which is having a 50% s character and 50% p character, and the two sp orbital will be pointing in the opposite direction along the z-axis with the projecting positive lobe, and the negative lobe will be very small. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു എസ് പി ഹൈബ്രിഡൈസേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എക്സ്പ്ലെയിൻ ദ ജോമെട്രി ഓഫ് BeCl2 വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. കണ്ടോ, ഇപ്പോൾ VSEPR തിയറി ആണെങ്കിൽ അത് വേറെ തന്നെ പറയും. ഇതിപ്പോൾ എന്താ ചോദിക്കുന്നത് വെച്ചാൽ എക്സ്പ്ലെയിൻ ദി ജോമെട്രി ഓഫ് BeCl2. നമ്മൾ പറയാൻ പോകുന്ന ബെറീലിയം ക്ലോറൈഡിൻ്റെ ജോമെട്രി എന്തിനെ ബേസ് ചെയ്തിട്ട്? ഹൈബ്രിഡൈസേഷൻ. അപ്പം ഞാൻ പറയുന്ന സ്റ്റെപ്പ് പോലെ തന്നെ എഴുതണേ. മാറ്റി എഴുതിയാൽ നമുക്ക് കൺഫ്യൂസ്ഡ്. ഇങ്ങനെ വാരി വലിച്ചൊന്നും എഴുതണ്ട. ഈ പോയിന്റ് ആക്കി എഴുതിക്കുക. ഹൈബ്രിഡൈസേഷൻ്റെ ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ ബെറീലിയം ക്ലോറൈഡ് ആണെങ്കിൽ ആദ്യം അത് ആൻസർ പേപ്പറിൽ ബെറീലിയം ക്ലോറൈഡിന് എഴുതി. നമുക്കറിയാം സെൻട്രൽ ആറ്റം ആരാ? ബെറീലിയം. ബെറീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബേളിയം 4 ഞാനത് ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. 1s2 2s2 ഇതാണ് ബെറീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓൾറെഡി ഇറ്റ് ഈസ് ഹാവിങ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റൽ. ഇനി ഞാൻ അതിൻ്റെ കോൺഫിഗറേഷൻ വരയ്ക്കാൻ പോവുകയാണേ. 1s, ഒരിക്കലും നമ്മൾ ഇന്നർ ഷെൽസിൻ്റെ വരയ്ക്കേണ്ട, ഇത് മാത്രം വരച്ചാൽ മതി. ഔട്ടർ മോസ്റ്റ് 2s. ഇതാണ് ഇതിൻ്റെ ബെറീലിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എക്സൈറ്റേഷനും ഒന്നുമില്ലാത്തപ്പോഴുള്ള കണ്ടീഷൻ. നമുക്കറിയാം ബെറീലിയത്തിന് 2 ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യണം. ഈ 2 ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഈ എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ അത് ഹാഫ് ഫിൽഡ് ആണ്. ഈ ഹാഫ് ഫിൽഡ് ആണ്. ഈ ഇലക്ട്രോൺ നമുക്ക് വെറുതെ കളയാൻ പറ്റുമോ? ഇല്ല. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. അതിൻ്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റിൽ ഏതാ? 2sൻ്റെ 2p. അപ്പോൾ അതിനെ നമ്മൾ എന്തെഴുതും? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് എഴുതും. ഇനി നിങ്ങൾ ഈ 1s എഴുതണമെന്നൊന്നുമില്ല. 2s 2p എത്ര ബോക്സസ് ഉണ്ടാവും? 3 ബോക്സസ് അല്ലേ? px, py, pz 3 ഓർബിറ്റൽസ് ഉണ്ടല്ലോ. അപ്പോൾ 2p എഴുതി. ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ഈ 2pയിലേക്ക് അങ്ങ് ജമ്പ് ചെയ്യും. മനസ്സിലായ? ഒരു ഇലക്ട്രോൺ 2pയിലേക്ക് അങ്ങ് ജമ്പ് ചെയ്യും. ഇപ്പം ഇവിടെ എന്തുണ്ട്? ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള എസും ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള പി ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്യും? 1s and 1p of beryllium intermix together to form a new hybrid orbital known as sp hybrid orbital. എന്താ? ന്യൂ sp hybrid orbital ഉണ്ടാവും. ഇപ്പം ഉണ്ടാക്കി വെച്ചില്ല. ഇത് സെൻട്രൽ ആറ്റമായി. ഇനി ആരോടെ ഇത് കമ്പൈൻ ചെയ്യാമെന്ന്? ഇറ്റ് ഇസ് ഗോയിങ് ടു ബോണ്ട് വിത്ത് ക്ലോറിൻ ആറ്റം. അപ്പം ഇനി അതെന്ത് ചെയ്യും? നമുക്കറിയാം ഇവിടെ ബോണ്ട് ചെയ്യാൻ പോകുന്നത് ക്ലോറിൻ്റെ അടുത്തേക്കാണ് അല്ലേ? എന്നിട്ട് അതെന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ക്ലോറിൻ്റെ 2p ഓർബിറ്റൽ, എത്ര ക്ലോറിൻ ഉണ്ട്? 2. 2p ഓർബിറ്റലുമായിട്ട് അത് ബോണ്ട് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫോമിങ് എ ലീനിയർ. ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഒരു ലീനിയർ ജോമെട്രിയാണ് മോളിക്യൂൾ വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 180 ഡിഗ്രി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ബെറീലിയം എന്നാണ് സെൻട്രൽ ആറ്റം. അതിൻ്റെ എസ്, അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ നമ്മൾ വരയ്ക്കും. എന്നിട്ട് നോക്കിയാൽ എസ് വെച്ചിൽ എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 2 ആൾക്കാരെ ബോണ്ട് ചെയ്യണമെങ്കിൽ 2 ഓർബിറ്റിൽ വേണം. അപ്പോൾ ഈ എസ് നിന്ന് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യും. എങ്ങോട്ട്? അതിൻ്റെ തൊട്ടടുത്തുള്ള പി ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഈ എസും ഈ പിയും കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് sp hybridized orbital which is having a linear geometry and 2p orbitals of the ആരുടെ chlorine atom combines or just form a bond with the new hybrid orbital and the molecular geometry is linear with a bond angle of 180 degree. ക്ലിയർ ആയല്ലോ? ഇതാണ് sp ഹൈബ്രിഡൈസേഷൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ കേട്ടോ. ഇനി നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ sp, sp2, sp3 പറയട്ടെ. നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ ആണ് sp2 ഹൈബ്രിഡൈസേഷൻ. അടുത്തത് ഏതാ? sp പറഞ്ഞു കഴിഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ, അതായത്
പി എപ്പോഴും മുകളിലാണ്. ഈ sp2 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ sp-ൻ്റെ നേരെയല്ല, sp2 ഹൈബ്രിഡൈസേഷൻ. ഈ sp2 ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു എസ്സും 2 p ഓർബിറ്റലും. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു ആറ്റത്തിൻ്റെ ഓൾമോസ്റ്റ് സെയിം എനർജി ഉള്ള ഓർബിറ്റൽസ് ആണ് ഇന്റർമിക്സ് ചെയ്യുന്നത്. സോ 1s and 2p orbital intermix together to form a new hybrid orbital known as sp2 hybrid orbital. sp2 hybrid orbital, and this is having a trigonal planar geometry. ഇത് നേരത്തെ ലീനിയർ ആണെങ്കിൽ ഇതിന് എന്ത് ജോമെട്രി ആയിരിക്കും? ഒരു ട്രൈഗണൽ പ്ലാനാർ ജോമെട്രി ആയിരിക്കും. വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 120 ഡിഗ്രി. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാ? 120 ഡിഗ്രി ആയിരിക്കും. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ട്രൈഗണൽ ഹൈബ്രിഡൈസേഷൻ. എന്താ പറയുക? ഇറ്റ്സ് കോൾഡ് ആസ് ട്രൈഗണൽ ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾക്ക് കാണാം, ഒരു എസ്സും 2 p ഓർബിറ്റൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് എ ന്യൂ ഹൈബ്രിഡ് ഓർബിറ്റൽ വിച്ച് ഈസ് ഹാവിങ് എ ട്രൈഗണൽ പ്ലാനാർ ജോമെട്രി വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 120 ഡിഗ്രി. നേരത്തെ നമ്മൾ പറഞ്ഞു 50-50 ആയിരുന്നു എസിൻ്റെയും പി ക്യാരക്ടർ. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 33% ഓഫ് എസ് ക്യാരക്ടറും 66% ഓഫ് പി ക്യാരക്ടറും ആയിരിക്കും ഈ ഉണ്ടായിരിക്കുന്ന ന്യൂ ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെ പോയിന്റ് എഴുതണം? എക്സ്പ്ലെയിൻ sp2 hybridization. sp2 hybridization as those in which 1s and 2p orbital intermix together to form a new hybrid orbital which is known as sp2 hybridized orbital, which is having a trigonal planar geometry with a bond angle of 120 degree. It will be having almost 33.3% of s character and 66.6% of p character. ഇത്രയാണ് പിന്നെ ഈ ഒരു ഡയഗ്രാം വരച്ച sp2 ഹൈബ്രിഡൈസേഷൻ. ഇനി ഇതുമല്ല ചോദിക്കുക, എക്സ്പ്ലെയിൻ sp2 ഹൈബ്രിഡൈസേഷൻ വിത്ത് എൻ എക്സാമ്പിൾ. sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന കുറച്ച് മോളിക്യൂൾസ് ആണ്. ഒന്ന് BCl3, ഒന്ന് BH3. ഇനിയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് sp2ൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള 2 എക്സാമ്പിൾ. അപ്പം നമുക്ക് നോക്കി നോക്കി ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പം നമ്മൾ sp2 ഹൈബ്രിഡൈസേഷൻ പറയാൻ പോകുന്ന എക്സാമ്പിളാണ് BCl3. ഇത് പഠിക്കാനൊരു ട്രിക്കായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട, എപ്പോഴും ഇത് വർക്കൗട്ട് ആവില്ല. ഈ sp2 എന്ന് പറയുമ്പം 2+1 3 ഓർബിറ്റൽസ് ഉണ്ടല്ലോ അല്ലേ. അപ്പം യൂഷ്വലി ഇങ്ങനെ ലിങ്ക് ചെയ്യുന്ന കോമ്പൗണ്ട് എലിമെൻസിൻ്റെ എണ്ണവും 3 ആയിരിക്കും. ഇപ്പം നമ്മൾ sp പറഞ്ഞ സമയത്ത് നമ്മൾ BeCl2 പറഞ്ഞു അല്ലേ. ഒരു എസ്സും ഒരു പിയും. എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 2 അല്ലേ. അപ്പോൾ ഈ അവസാനത്തെ നോക്കൂ, അവിടെ 2 ആറ്റംസ് ആണല്ലേ ബോണ്ട് ചെയ്യാൻ വരുന്നത്. അപ്പം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചില കേസസിൽ എപ്പോഴും അല്ല, എന്നാലും സിമ്പിൾ ആയിട്ടുള്ള ആറ്റത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഹൈബ്രിഡൈസേഷൻ പറയാം. ഇവിടെ 3 കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന 3 ഓർബിറ്റൽസ് വേണം. 3 ഓർബിറ്റൽസ് എപ്പോഴാണ് വരിക? ഒരു എസ്സും 2 പിയും. ഇനിയും കേസസ് വേറെയുണ്ട്, ബട്ട് എളുപ്പത്തിലുള്ള ഒരു കുഞ്ഞ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് പോലെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഇസ് 3 ഓർബിറ്റൽ വേണം. sp2 ആണ്. അവിടെ നിൽക്കട്ടെ. ആരാണ് സെൻട്രൽ ആറ്റം? ബോറോൺ. ദിസ് ബോറോൺ ട്രൈക്ലോറൈഡ്. ഇതിൻ്റെ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ, ഹീലിയം, ലിത്യം, ബെർലിയം, ബോറോൺ 5 ആണ്. അപ്പം 1s2 2s2 2p3 2p1. ഓക്കെ, 1s2 2s2 2p1. ഞാനിതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ വരയ്ക്കാൻ പോയി. ഇങ്ങനെ തന്നെ നിങ്ങൾ എക്സാം എഴുതണം. ഔട്ടർ മോസ്റ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. 2sഉം 2pയും. 2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 2pയിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് എത്ര ഓർബിറ്റൽ വേണം? 3 ഓർബിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ 3 ആൾക്കാർക്ക് വന്ന് അവിടെ ലിങ്ക് ചെയ്യാൻ പറ്റൂ. ഇവിടെ 2 ഓർബിറ്റലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 1 ഇലക്ട്രോൺ എക്സൈറ്റഡ്. അപ്പം എക്സൈറ്റഡ് കോൺഫിഗറേഷൻ എന്തായിരിക്കും? എവിടുന്ന് എക്സൈറ്റേഷൻ നടക്കുക? ഒരു എസ് ഓർബിറ്റൽ നിന്ന് 1 ഇലക്ട്രോൺ അടുത്ത പി ഓർബിറ്റലിലേക്ക് പോയി. ഇപ്പം എത്രയായി? 2pയിൽ 2 ഹാഫ് ഫിൽഡും എസ്സിൽ 1 ഹാഫ് ഫിൽഡും. 1s and 2p orbital hybridized together to form sp2 hybridized orbital, and they form a new sp2 hybridized orbital, and this will be forming a bond with ആരായിട്ടാ ബോണ്ട് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ക്ലോറിനായിട്ട് അല്ലേ. ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ നെഗറ്റീവ് ലൂപ്സ് ഉണ്ട് കേട്ടോ, കുഞ്ഞ് നെഗറ്റീവ് ലൂപ്സ് ഉണ്ട്. ആൻഡ് ദേ വിൽ ബി ഫോമിങ് എ
trigonal planar geometry with a bond angle of 120 ഡിഗ്രി. ഇതായിരുന്നു നമ്മൾ VSEPR തിയറിയിൽ പറഞ്ഞത്. അങ്ങനെ ട്രൈഗണൽ പ്ലാനർ ഇപ്പോൾ മനസ്സിലായത് എങ്ങനെയാണ്? അതായത് അറ്റോമിക് ഓർബിറ്റൽ ഇൻറ്റർമിക്സ് ചെയ്തിട്ട് ഒരു ഓർബിറ്റൽ ഉണ്ടായി. ആ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈഗണൽ പ്ലാനർ ജോമെട്രിയാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് അപ്പോൾ ഇതേ എക്സാമ്പിൾ തന്നെ BH3ക്കും പറയാൻ പറ്റും. ഇതുവരെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ട്രൈഗണൽ പ്ലാനർ ജോമെട്രി വരച്ചിട്ട് നമ്മൾ ദ ഹൈഡ്രജൻ ആറ്റം ഹിയർ combine together to form a triangular planar geometry with a bond angle of 120 degree. Clear ആയോ Sp2? അപ്പോൾ SPI Sp2. ഇനി അടുത്തത് ഏതായിരിക്കും? യെസ്, Sp3 hybridization. അടുത്തതാണ് Sp3 hybridization. ഇനി ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1s and 3p orbital hybridized together to form a new Sp3 hybridized orbital with a ടെട്രാഹീഡ്രൽ ജോമെട്രി. ഏത് ജോമെട്രിയാണ്? ഒരു ടെട്രാഹീഡ്രൽ ജോമെട്രി ഉണ്ടാവും. വിത്ത് 25% S ക്യാരക്ടർ ആൻഡ് 75% P ക്യാരക്ടർ വിൽ ബി ദേ ഫോർ ദ ന്യൂ ഹൈബ്രിഡൈസ്ഡ് Sp3 ഓർബിറ്റൽ. എന്തുണ്ടാവും? ഒരു 25%ഉം 75%ഉം ക്യാരക്ടറുള്ള ഒരു ന്യൂ ഓർബിറ്റലായിരിക്കും. ഒരു എസ്, PX, PY, PZ എല്ലാവരും കൂടെ എന്താ ഉണ്ടാക്കുന്നത്? ഒരു ടെട്രാഹീഡ്രൽ ജോമെട്രി വിത്ത് എത്രയായിരിക്കും ബോണ്ട് ആംഗിൾ? ഈ ഓരോ ബോണ്ട് ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 109 ഡിഗ്രി 28 മിനിറ്റ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾക്ക് ഈ ബോണ്ട് ആംഗിൾ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ Sp3 ഹൈബ്രിഡൈസേഷൻ എന്തൊക്കെ എക്സാമിന് എഴുതണം? 1s and 3p orbital combine together or intermix together to form a new Sp3 hybridized orbital which is having a tetrahedral geometry with a bond angle of 109 degree 28 minutes which is having 25% S character and 75% of P character. മനസ്സിലായല്ലോ എന്തൊക്കെയാണെന്നുള്ളത്? ഇനി നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്. ഏതാണ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ മീത്തേൻ. മീത്തേനൊക്കെ ഫോർമുല ഓർമ്മയുണ്ട്. എന്താണ് മീത്തേൻ എന്നുള്ളത്? മെത്തേഡ് പ്രോപ്പ് ഇതൊക്കെ ഞാൻ SSLCക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ പഴയ കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാം. പുതിയ ആൾക്കാരാണെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും. കൺഫ്യൂഷനൊന്നുമില്ല, എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ് അല്ലേ? CH4 ആണ് മീത്തേൻ. ഏതാ സെൻട്രൽ ആറ്റം? കാർബൺ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. 2ൽ 2, Pയിൽ 2. ഫില്ലിംഗ് അറിയാലോ. ദ ഫില്ലിംഗ് ഓഫ് ബോവും നമ്മൾ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫില്ലിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ ടേക്ക് പ്ലേസ് ഓൺലി വെൻ ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗ്ലി ഒക്യുപ്പൈഡ്. അത് കഴിഞ്ഞു. ഇനി നോക്കുക, നമുക്ക് 4 ഓർബിറ്റൽസ് വേണം. 4 ഹൈഡ്രജൻ ആറ്റം കിടക്കുന്നുണ്ട് ബോണ്ട് ചെയ്യാൻ. ഇവിടെ ആകെ നമുക്ക് 1, 2, 3 ഓർബിറ്റൽ ഉണ്ട്. ഈ ഓർബിറ്റലാണ് വേക്കൻ്റ് ആണ്. നമുക്ക് ഹാഫ് ഫിൽഡ് വേണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു എസ് ഇലക്ട്രോണ്, ഇതാണ് ഞാൻ ആ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞില്ലായിരുന്നോ, എന്താണ് എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ മേ നോട്ട് ബി നെസസറി ഫോർ ഓൾ ദ കേസസ് അല്ലാത്തതും ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെടുക്കുമ്പോൾ പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, നമ്മൾ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അത് തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. ഒരു എസ് എവിടേക്ക് പോയി? പിയിലേക്ക് പോയി. അപ്പോൾ ഒരു എസ്സും ഒരു 3 പിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് Sp3 ഓർബിറ്റൽ ഉണ്ടായി. അപ്പോൾ ആ Sp3 ഓർബിറ്റൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതിൻ്റെ ഷേപ്പ് ഇറ്റ് വിൽ ബി ഹാവിങ് എ ടെട്രാഹീഡ്രൽ. ഞാൻ ഈ വരയ്ക്കുന്ന കളത്തിൽ വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് അവിടെ എന്താ, ഈ ഓരോ ഓർബിറ്റലിലും ആരെ വന്ന് നിൽക്കും? ഈ ഹൈഡ്രജൻ ആറ്റം ബോണ്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഹാവിങ് എ tetrahedral geometry with a bond angle of 109 degree 28 minutes. ഇതാണ് നമ്മൾ കാണിക്കുന്ന നമ്മുടെ CH4ൻ്റെ സ്ട്രക്ചർ. 109 degree 28 minutes. മനസ്സിലായോ? ഹൈബ്രിഡൈസേഷൻ ഓഫ് Sp2 Sp3 ഇതോടെ കഴിയുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇന്നിവിടെ വെച്ച് നിർത്താം. കാരണം അടുത്ത ക്ലാസ്സിൽ നല്ലോണം എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് എത്തിലീൻ വിത്ത് ബൈ കൺസിഡറിങ് ദി നമ്മുടെ ഏതായിരുന്നു നമ്മുടെ
ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് അടുത്താലേ ഇങ്ങനെ ചോദിക്കും, എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് വാട്ടർ മോളിക്യൂൾ യൂസിങ് ഹൈബ്രിഡൈസേഷൻ, അമോണിയ, ഈത്തേൻ, ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താണ് ഹൈബ്രിഡൈസേഷൻ മനസ്സിലായി, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, അതിൻ്റെ സിമ്പിളായിട്ടുള്ള 3 എക്സാമ്പിൾ. ഇനി ഇങ്ങനെ തന്നെ ക്വസ്റ്റൻ ചോദിക്കുക, എക്സ്പ്ലെയിൻ sp2 ഹൈബ്രിഡൈസേഷൻ വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇത് എന്തായാലും ഇതിന് ഫോക്കസ് ഏരിയ വന്നാൽ ഇതൊന്നും ഒരിക്കലും ഒഴിവാക്കിയിട്ട് ഒരു ഫോക്കസ് ഏരിയ ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ, നിങ്ങൾക്ക് അറിയാത്ത എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതും കമൻസിലിട്ടോളൂ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ മറക്കരുത്. നമ്മൾ മാത്രം പഠിച്ചാൽ പോലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പഠിക്കട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ നല്ല മാർക്ക്. ഓക്കെ, താങ്ക് യു.